നമസ്കാരം. പി കെ ഫിറോസിന് കിട്ടിയതുപോലെ ഒരു അരുമയാണ് നൻപനെ കിട്ടാൻ കൊതിച്ചു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ലേ, കരള് പറിച്ചു കൊടുക്കുന്ന ചങ്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലൊരു ചങ്ക് പി കെ ഫിറോസിനുണ്ട്. അഴിമതി ആരോപണം, ലഹരി കേസ്, അനധികൃത സ്വത്ത് സമ്പാദന എന്നീ ആരോപണങ്ങളിൽ പെട്ട് നിൽക്കുന്ന പി കെ ഫിറോസിനെ രക്ഷിക്കാൻ ഹരീഷ് വാസുദേവൻ എന്ന ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി കൊടുത്ത കമന്റ് വായിച്ചിട്ട് മോഹൻലാൽ എന്ന നടന് പ്രിയദർശൻ എന്ന അരുമയാണ് നൻപൻ ഒരു കേന്ദ്ര ചലച്ചിത്ര അവാർഡ് വാങ്ങിക്കൊടുത്ത സ്നേഹത്തിനപ്പുറം കോടിക്കണക്കിന് രൂപ കടം കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് കേട്ടപ്പോ എന്റെ ചങ്ക് നിറഞ്ഞു പിള്ളേച്ച, എന്റെ ചങ്ക് നിറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു നൻപൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് ഹരീഷ് വാസുദേവനെ പോലെ പി കെ ഫിറോസിന് ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്. ഒന്ന് ആലോചിക്കുക, വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കൂടെ പഠിച്ചിരുന്ന സഹൃദയന് 12.5 സെന്റ് സ്ഥലം മേടിക്കണം കുന്നമംഗലത്ത് കണ്ണായ സ്ഥലത്ത്. ആ സ്ഥലം കണ്ടിട്ട് വന്നിട്ട് വാങ്ങിക്കാൻ കാശില്ല. നേരെ ഹരീഷ് വാസുദേവന്റെ വീട്ടിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് പറയാണ്, ഞാനൊരു സ്ഥലം കണ്ടുവച്ചിരിക്കുകയാണ്, വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, സെന്റിന് 10 ലക്ഷം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ 1,20,00,000 രൂപ വേണം ആ സ്ഥലം മേടിക്കാൻ. എന്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല. അന്ന് കേവലം MSF എന്ന സംഘടനയുടെ നേതാവായിരിക്കുന്ന കാലഘട്ടം. ഇന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല. 10 പൈസയുടെ വരുമാനമില്ല. കുടുംബ പശ്ചാത്തലം നോക്കിയാൽ അച്ഛൻ ഒരു KSRTC ജീവനക്കാരൻ മാത്രം. അങ്ങനെ ഒരു തരത്തിലും പൈസ ഉടനടി കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും 1,20,00,000 രൂപ കൊടുക്കാനുള്ള മാനസികാവസ്ഥയുണ്ടല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ എന്ത് കൊള്ളരുതായ്മകൾ, അത് കൊലപാതകമായിക്കോട്ടെ, പിടിച്ചുപറി ആയിക്കോട്ടെ, അത് പോക്സോ കേസ് ആയിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ക്രിമിനൽ കേസുകൾ ആയിക്കോട്ടെ, അവരെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത് ആരായിരിക്കും? ഒരു പ്രൊഫഷൻ വൈസ് അഭിഭാഷകൻ ആണല്ലോ, അല്ലേ? വക്കീലന്മാരാണ്. വക്കീലന്മാർക്ക് മുന്നിൽ വരുന്ന പ്രതി, ഇനിയിപ്പോ ബാലികയെ പീഡിപ്പിച്ചിട്ട് വരുന്ന പോക്സോ കേസ് ആണെങ്കിൽ പോലും, നിഷ്ഠൂരമായ കൊലപാതകമാണെങ്കിലും മുന്നിൽ വരുന്ന പ്രതിയെ രക്ഷിച്ചെടുക്കുക, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതിനവർ ഏത് വഴിയെയും സഞ്ചരിക്കും. അതാണ് അവരുടെ നീതിബോധം. കാര്യം പഠിച്ചിരിക്കുന്ന പ്രൊഫഷനും അവരുടെ ജീവിത മാർഗവുമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോ ഹരീഷ് വാസുദേവൻ എന്ന അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം പി കെ ഫിറോസിനെതിരെ KT ജലീൽ വിജിലൻസിന് പരാതി കൊടുത്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹത്തിന്റെ വീട്ടിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പണം കായ്ക്കുന്ന മരം, അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. എവിടെ നിന്നാണ് ഒരു ജോലിയും കൂലിയില്ലാത്ത വ്യക്തിക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടായത്? അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് അദ്ദേഹം പരാതി നൽകിയത്. ഉടനടി ഈ ഫേസ്ബുക്ക് കുറിപ്പ് ജലീൽ ഇട്ടതിന് പിന്നാലെ അതിന് മറുപടി എന്നോണം പി കെ ഫിറോസ് മറുപടിയുമായി എത്തുകയായിരുന്നു. എങ്ങനെ? കഴിഞ്ഞ കുറെ കാലമായിട്ട് പൂച്ച പെറ്റ് കിടന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒരു പ്രതികരണവുമായി അല്ലെങ്കിൽ ഒരു കുറിപ്പുമായിട്ട് പി കെ ഫിറോസ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അതിൽ KT ജലീലിന്റെ 10 പുലഭ്യവും 10 പരിഹാസവും, അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യത്തിൽ പോലും ക്ലാരിറ്റിയുള്ള മറുപടി പറയാതെ തന്നെ പലപ്പോഴും അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ പരിഹസിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് പി കെ ഫിറോസ് ലക്ഷ്യം വെച്ചത്. ആ സന്ദർഭത്തിലാണ് അതിന് താഴെ രക്ഷക പരിവേഷത്തിൽ ഹരീഷ് വാസുദേവന്റെ ആ നിർണായകമായിട്ടുള്ള ഫേസ്ബുക്ക് കമന്റ് വരുന്നത്. എന്താണെന്ന് കേൾക്കട്ടെ. ആ സ്ഥലം വാങ്ങാൻ ആഗ്രഹമുണ്ട്, തൽക്കാലം പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാണല്ലോ ഫിറോസ് ആ സ്ഥലം അന്ന് വാങ്ങിയത്. കടം ബാങ്ക് വഴിയാണ് തന്നതും. എത്രയോ കാലം കഴിഞ്ഞാണ് ആ കടം ഫിറോസ് തിരികെ കൊടുത്തതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ആർ സ്റ്റിൽ വിത്ത് അസ്. ഇനി പോലീസ് എന്റെ അച്ഛനെയും അന്വേഷിച്ച് വരുമോ ആവോ? ഇതാണ് കമന്റ്. ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ MSFകാരനായിട്ടുള്ള സുഹൃത്തിന് വേണ്ടി ഹരീഷ് വാസുദേവൻ അടിച്ച വാചകം എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. ചങ്ക് മറിച്ചു കൊടുക്കുന്ന ചങ്കം നേരത്തെ പറഞ്ഞില്ലേ. എന്തായാലും ഈ ഒരു പ്രതികരണത്തിന് KT ജലീൽ കൊടുത്തിട്ടുള്ള മറുപടി ഉണ്ട്. സ്വാഭാവികമായിട്ടും KT ജലീൽ പറയേണ്ടി വരും, ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏത് സതീർത്ഥനായിക്കോട്ടെ അദ്ദേഹം നിയമപരമായി തെളിയിക്കട്ടെ എന്നായിരിക്കും നമ്മൾ പലപ്പോഴും എടുക്കുന്ന നിലപാട്. എന്നാൽ ഇവിടെ ഹരീഷ് വാസുദേവൻ, ഞാനാണ്, എന്റെ അച്ഛനാണ് ഒരു ജോലിയും കൂലിയില്ലാത്ത വ്യക്തിക്ക് അന്ന് ഈ സ്ഥലം വാങ്ങാൻ 1 കോടിയിൽ പരം രൂപ കൊടുത്തതെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് എന്ത് തരം വിശ്വാസമാണെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തായാലും അതിനുശേഷം പി കെ ഫിറോസ് MSF കഴിഞ്ഞ്
യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ സഹായങ്ങൾ ഇതുപോലെ ഹരീഷ് വാസുദേവന്മാർ പലരും സഹായിച്ച് അദ്ദേഹം ഇന്നിപ്പോ നേടിയിരിക്കുന്ന കോടാനുകോടി രൂപ, അതായത് ഇദ്ദേഹത്തിന് ലോൺ തിരിച്ചടച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്ത് വരുമാനമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ നേരത്തെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് വെച്ചിട്ട് ഒരു ജോലിക്കും പോയിട്ടില്ലെന്ന് നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ടു. പക്ഷെ ഹരീഷ് വാസുദേവനെ അദ്ദേഹം കോടിക്കണക്കിന് രൂപ കൊടുത്തു തീർത്തു. അത് എങ്ങനെയെന്നൊക്കെ അതും വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KT ജലീൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അത് ഒരു കിടുക്കാച്ചി ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. അത് നിങ്ങളൊന്ന് കേൾക്കണം. തമ്പി, നീ ആറുപ്പ അദാനിയുടെ അണ്ണനാ? ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചോദ്യം. അതിനുശേഷമാണ്, ഫിറോസിച്ചയുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ അതോ കഞ്ചാവ് വിളയുന്ന തോട്ടമാണോ ഉള്ളത്? ഹരീഷ് വാസുദേവന്റെ അച്ഛനാണത്രേ സ്ഥലം വാങ്ങാൻ ഫിറോസിച്ചയ്ക്ക് പണം കൊടുത്തത്. എന്നാണ് അദ്ദേഹം ആ പണം തിരിച്ചു കൊടുത്തത്? കത്വ ഫണ്ട് സമാഹരണത്തിന് ശേഷമാണോ അതല്ല ധോത്തി ചലഞ്ചിന് ശേഷമാണോ? കൂലിയും വേലയും ഇല്ലാത്ത ആളുകൾ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പണക്കാരനാകണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ മയക്കുമരുന്ന് കച്ചവടം, അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കൽ. ഇതിലേതാണ് പണമുണ്ടാക്കാൻ ഫിറോസിച്ച സ്വീകരിച്ചത്? പത്രക്കാരെ അഭിമുഖീകരിക്കാൻ എന്താ ഫിറോസിച്ചയ്ക്ക് ഇത്ര മടി? ദിവസം 4 പ്രാവശ്യം പത്രസമ്മേളനം നടത്താനുള്ള പതിവ് തെറ്റുകയാണല്ലോ. സ്വന്തം വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഉണ്ടായിട്ട് അത് പോലീസിനെ അറിയിക്കാതെ മറച്ചുവെച്ച് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കപടന്മാരെ ലീഗുകാർ തിരിച്ചറിഞ്ഞു. ഫിറോസിച്ചയുടെ നാട്ടിലെയും മറുനാട്ടിലെയും അനധികൃത നിക്ഷേപങ്ങളുടെ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. നല്ല ലീഗുകാർ തന്നെ അത് എത്തിച്ചു തരുന്നുണ്ട്. ഫണ്ട് മുക്കിയും നാട്ടുകാരെ പറ്റിച്ചും സമ്പന്നനായതുകൊണ്ട് ഇതൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല. NB, സ്ഥലം വാങ്ങാൻ പണം ആവശ്യമുള്ളവർ ഹരീഷ് വാസുദേവന്റെ അച്ഛനെ കണ്ടാൽ പലിശയില്ലാതെ പണം കിട്ടും. ഡേയ്, ഞാൻ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി. ഈ പോസ്റ്റിനോടൊപ്പം തന്നെ ഇന്നിപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിജിലൻസ് അന്വേഷണം വേണം KT ജലീൽ, PK ഫിറോസിന് ആഡംബര വീടും വില്ല പ്രോജക്റ്റും, ഈ പത്രവാർത്തയും പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വാർത്ത പുറത്തു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു കമന്റ് പറയുമ്പോൾ ആരോപണം ഉന്നയിച്ച ആൾക്ക് മറുപടി പറയേണ്ടി വരും. എന്നിരുന്നാലും ഒരു നൻപനെ സഹായിക്കാൻ കോടികളുമായിട്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആ വിശാല ഹൃദയനായിട്ടുള്ള അച്ഛൻ ഹരീഷ് വാസുദേവൻ ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അത് തെറ്റാണെന്നല്ല. പക്ഷെ ഒരു വരുമാനവും ഇല്ല, തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി അത് വർഷങ്ങളെടുത്ത് തന്നപ്പോഴും സഹിച്ച് ആ പണം കൊടുത്ത അത്രയും വലിയ സമ്പന്നനാണ് ഹരീഷ് വാസുദേവൻ എന്നും, അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളവർ ഈ നാട്ടിൽ PK ഫിറോസിനെ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ കൂടി ഇതുപോലെ സഹായിക്കാൻ തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് KT ജലീലിന് പുറമെ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.